മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ ലക്ഷ്മിയും ഷാനവാസും തമ്മിൽ പൊരിഞ്ഞടിയാണ്. ഇന്നലെ ലക്ഷ്മി കുറച്ച് സീൻ എടുത്തിരുന്നു. നമ്മുടെ കിച്ചണിൽ വന്നിട്ട് എനിക്ക് 7 മണിയാകുമ്പോൾ ഫുഡ് കിട്ടണം, എന്താണ് ഇതുവരെ ആരും ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാത്തത്, എനിക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി ഇന്നലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മുടെ ഷാനവാസ് ആയിരുന്നു കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഇത് പറഞ്ഞ് ഇന്നലെ നമ്മുടെ ഷാനവാസ് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ലൈവിൽ. ഇന്നെന്തായാലും ലക്ഷ്മിയാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഇന്ന് 10-10:30 ആയിട്ടും ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഷാനവാസ് ആ പ്രതികാരം അങ്ങ് തീർക്കാനായിട്ട് ലക്ഷ്മിയുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, നീ ഇന്നലെ വലിയ ഡയലോഗ് അടിച്ചതല്ലേ? ഡയലോഗ് അടിച്ചാൽ പ്രവർത്തിച്ച് കാണിക്കാനുള്ള മനസ്സുണ്ടാകണം, അല്ലെങ്കിൽ അതിലുള്ള കഴിവുണ്ടാകണം. നീ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്നലെ നീ പറഞ്ഞ സമയത്ത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയില്ല? ഈ സമയത്ത് തന്നെയല്ലേ ഞങ്ങളും ഇന്നലെ ഫുഡ് തന്നത്. ഈ സമയത്ത് ഇവിടെ ഫുഡ് ആകുകയുള്ളൂ. നീ ഇന്നലെ വലിയ ഡയലോഗ് അടിച്ചതാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഫുഡ് ആയില്ല? ഇതാണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഭയങ്കരമായിട്ടാണ് നമ്മുടെ ലക്ഷ്മിയോട് ചൂടാകുന്നത്. ലക്ഷ്മി ചുമ്മാ തപ്പിക്കളിക്കുകയാണ്. ഇതാണ് ഞാൻ പൂക്കളം ഇടാൻ വേണ്ടി പോയി. ബിഗ് ബോസ് പറഞ്ഞത് എല്ലാവരും ചേർന്ന് പൂക്കളം ഇടണമെന്നാണ്. ആ സമയത്ത് കിച്ചൺ ഫുൾ ക്ലോസ് ചെയ്തിട്ടാണ് പോയത്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. നിങ്ങൾ പൂക്കളം ഇടാൻ വന്നോ? നിങ്ങളെ പൂക്കളം ഇടുന്ന സ്ഥലത്തൊന്നും കണ്ടില്ലല്ലോ. ഇത് ബിഗ് ബോസ് തന്ന ടാസ്ക് ആണ് എന്നൊക്കെ. പക്ഷേ ഷാനവാസ് ചോദിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചാണെങ്കിൽ ലക്ഷ്മി തിരിച്ചു പറയുന്നത് പൂക്കളത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ രാവിലെ 2 ചപ്പാത്തി വീതമാണ് എല്ലാവർക്കും കൊടുത്തത് കിച്ചൺ ടീം. അതിനുശേഷം ബാക്കി വന്നപ്പോൾ ഓരോന്ന് കൊടുത്തു. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നു, ഈ 3 എണ്ണം ഒരുമിച്ച് തരായിരുന്നല്ലോ, കാരണം 2 എണ്ണം കഴിച്ചാൽ ഇവിടെ ആർക്കും ഫുഡ് തികയില്ല, വിശപ്പ് പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് 3 എണ്ണം ഒരുമിച്ച് തരാമല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ അനു പറയുന്നത്, 3 എണ്ണം ഒരുമിച്ച് തന്നാൽ നിങ്ങൾ ഒരുമിച്ച് വായിലേക്ക് കുത്തിക്കേറ്റ് തിന്നാൻ പറ്റുമോ? അങ്ങനെയൊക്കെ നല്ല റൂഡായിട്ട് നമ്മുടെ ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ് വന്നതിൽ പിന്നെ അനുവിൻ്റെ സ്വഭാവത്തിൽ വളരെ വലിയ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഷാനവാസ് അപ്പോൾ പറയുന്നത്, 3 എണ്ണം ഞാൻ കുത്തിക്കയറ്റി തിന്നുമോ അല്ലെങ്കിൽ 10 എണ്ണം ഞാൻ കുത്തിക്കയറ്റി തിന്നുമോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ ഡ്യൂട്ടി ഫുഡ് തരിക എന്നുള്ളതാണ്, അത് നിങ്ങൾക്ക് തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നു. ഷാനവാസ് മെയിനായിട്ട് പ്രതികാരം എന്നുള്ള ഒരു രീതിയിൽ ലക്ഷ്മിയോട് തന്നെയാണ് ചൂടാവുന്നത്. നീ എന്തുകൊണ്ടാണ് രാവിലെ ഫുഡ് തരാഞ്ഞത്? നീ ഇന്നലെ പറഞ്ഞ സമയത്തെങ്കിലും നിനക്ക് ഫുഡ് തരാനല്ലോ, ഇതാണെന്നൊക്കെ പറയുന്നു. ലക്ഷ്മി ആദ്യം പൂക്കളത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആ ഒരു വഴക്കിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചു. പക്ഷെ ഷാനവാസ് എന്തായാലും ലക്ഷ്മിനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. കാരണം ഇന്നലെ ആ ഒരു രീതിക്കാണ് നമ്മുടെ ഷാനവാസിനോട് ലക്ഷ്മി ചൂടായത്. പൂക്കളം ഇടാൻ പോയതിനെ കുറിച്ച് ലക്ഷ്മി പറയുമ്പോഴെല്ലാം ഷാനവാസ് പറയുന്നത്, നീ കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് പൂക്കളം ഇടാൻ വേണ്ടി പോയി, പക്ഷെ ഞാൻ ഇന്നലെ പൂക്കളം പോലും ഇടാതെ നിന്നാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, നിങ്ങളുടെ കിച്ചൺ ടീമിന് ഒരു അച്ചടക്കമില്ല, നിങ്ങളെ എല്ലാ റേഷനും എടുത്ത് ഒരുമിച്ചങ്ങ് ഉപയോഗിച്ച് തീർക്കും, എന്നിട്ട് വീക്കെൻഡ് ആകുമ്പോഴേക്കിനും പട്ടിണിയാകും. എന്തായാലും എൻ്റെ ക്യാപ്റ്റൻസിയിൽ ആ ഒരു ഗതി വരില്ല, ഞാൻ കറക്റ്റായിട്ട് നോക്കിയാണ് ചെയ്യുന്നത്. അവസാനത്തെ ദിവസം വരെ നിങ്ങൾക്ക് വയറ് നിറച്ച് ഫുഡ് കിട്ടുമെന്ന്. സത്യം പറഞ്ഞാൽ ഷാനവാസ് ചോദിക്കുന്ന ചോദ്യത്തിനും ലക്ഷ്മി പറയുന്ന ആൻസറിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഷാനവാസ് വളരെ വ്യക്തമായിട്ടാണ് ചോദിക്കുന്നത്, നീ ഇന്നലെ പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് ഇന്ന് ഫുഡ് തന്നില്ല എന്ന്. പക്ഷേ ലക്ഷ്മി പറയുന്നത്, ഞാൻ പൂക്കളം ഇടാൻ വേണ്ടി പോയി, പൂക്കളം ഇടുന്നിടത്ത് ഷാനവാസ് വന്നില്ല, പിന്നെ റേഷൻ ഉപയോഗിക്കാൻ ഷാനവാസിന് അറിയില്ല, വീക്കെൻഡ് ആകുമ്പോഴേക്കിനും പട്ടിണിയാകും, ഇതാകുമെന്നാണ്. അല്ലാതെ ഫുഡ് തരാത്തതിനെക്കുറിച്ച് ഒരു ആൻസറും ലക്ഷ്മി പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ഷാനവാസുമായിട്ട് പിടിച്ചു നിൽക്കാൻ ലക്ഷ്മിക്ക് സാധിക്കുന്നില്ല. അവിടെ കിടന്ന് തപ്പി തടയുന്നുണ്ട്. അവസാനം നമ്മുടെ അനീഷ് വന്ന് അതിൽ ഇടപെടുന്നുണ്ട്. കാരണം നമുക്ക് ഉച്ചയ്ക്കും ഫുഡ് വേണമല്ലോ. എന്നിട്ട് അനീഷ് പറയുന്നു, ലക്ഷ്മി കിച്ചണിലേക്ക് ചെല്ല്, ഇല്ലെങ്കിൽ ഉച്ചഭക്ഷണവും കിട്ടാൻ നല്ല രീതിയിൽ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് നമ്മുടെ ഷാനവാസിനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഷാനവാസ് വളരെ ദേഷ്യത്തിലാണ്. കാരണം ഇന്നലെ ഷാനവാസിന് അത് അത്രയ്ക്ക് ഫീലായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സീസൺ 7 ആദ്യമായിട്ട് ഷാനവാസ് കരഞ്ഞത് പോലും. എന്തായാലും നല്ല പൊരിഞ്ഞ അടിയാണ് ലൈവിൽ നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി വീണ്ടും വരാം.